കുണ്ടറയിൽ കസ്റ്റഡിയിൽ നിന്ന് വിട്ടയച്ച യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കൊല്ലപ്പെട്ട സിയാദിന്റെ കുടുംബം. കേസിൽ അന്വേഷണം പൂർത്തിയാക്കും മുമ്പ് മുഖ്യമന്ത്രി പോലീസിനെ കുറ്റവിമുക്തരാക്കിയത് നീതിനിഷേധമെന്നും സർക്കാരിലെ വിശ്വാസം നഷ്ടമായെന്നും സിയാദിന്റെ പിതാവ് ബദറുദ്ദീനും ഭാര്യ സാലിയും പറഞ്ഞു. പ്രതികരണം നോക്കാം. ഒരു അന്വേഷണം നടക്കുകയാണ്. അതിനു മുന്നേ മുഖ്യമന്ത്രി കയറി ഇങ്ങനെ മഞ്ഞപ്പിത്തം വന്ന് മരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. പോലീസിൻ്റെ റിപ്പോർട്ട് തേടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് പോലീസ് റിപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുക. ആ റിപ്പോർട്ട് പ്രകാരം കിട്ടിയിട്ടുമില്ല. അതിനു മുമ്പേ കയറി മുഖ്യമന്ത്രി മഞ്ഞപ്പിത്തം വന്ന് മരിച്ചെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് അതിന് നീതി വേണം. ഞങ്ങളെ സഹായിച്ചേ പറ്റത്തുള്ളൂ. സിയാദ് മരിച്ചത് അന്ന് ഇവിടെ വന്ന് നടക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു വന്ന് കിടന്നപ്പോൾ തള്ളയിലൂടെ പറഞ്ഞു, ഉമ്മ എന്നെ പോലീസുകാർ ഇടിച്ചെന്നാണ് അവൻ പറഞ്ഞത്. വാപ്പായ പേടിയായിരുന്നു. വാപ്പാടൂടെ പറഞ്ഞ വാപ്പ വഴക്കുണ്ടാക്കുമെന്നും പറഞ്ഞില്ല. അന്നേരം തള്ള വിചാരിച്ച് അസുഖങ്ങൾ സുഖമായതിനു ശേഷം ഇത് പറയാമെന്ന് വിചാരിച്ച് അവൻ്റെ ജീവൻ വേണം. മരിക്കുമെന്ന് ആരും വിചാരിച്ചില്ല. ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ തന്നെ മുഖ്യമന്ത്രി കയറി റിപ്പോർട്ട് കിട്ടുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവത്തുങ്ങൾ എന്ത് ചെയ്യും? ഈ കണക്ക് ഓർത്ത ഈ പോലീസുകാർ പാവത്തുങ്ങളെ എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം മുഖ്യമന്ത്രിയുടെ ബലം കൊണ്ട്. രാജ്കുമാർ കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. രാജ്കുമാർ, കുടുംബം വളരെ സങ്കടത്തോട് പറയുന്നൊരു കാര്യമുണ്ട്. ഇങ്ങനെ അന്വേഷണത്തിലുള്ളൊരു അന്വേഷണം നടക്കുമ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രി ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തുക? അപ്പോൾ തങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത്? അതൊരു നിസ്സഹായതയാണ് അവരുടെ വാക്കുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും ആ ഒരു കേസ് ഒതുക്കി തീർക്കാൻ അല്ലെങ്കിൽ വഴിതിരിച്ചു വിടുവാൻ വളരെ ശക്തമായ ശ്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. സാധാരണഗതിയിൽ ഏത് ഗവൺമെന്റ് ഭരിക്കുമ്പോഴും മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയായാലും ആഭ്യന്തരമന്ത്രിയായാലും പാലിക്കുന്ന ഒരു മിനിമം മര്യാദയുണ്ട്. ഒരു അന്വേഷണത്തിന് ഒരു സർക്കാർ ഉത്തരവിടുന്നു, അതിൽ ക്രൈംബ്രാഞ്ചിന് അന്വേഷണ ചുമതല ഏൽപ്പിക്കുന്നതായി DGP ഉൾപ്പെടെയുള്ളവർ, ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നു. ആ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഈ അന്വേഷണം ആരംഭിച്ച് രണ്ടാമത്തെ ദിവസം മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എല്ലാം തുടരെ പറയുകയാണ്, ഇതിൽ ഇന്ന കാരണം കൊണ്ട് മരിച്ചു, അതേപോലെ പോലീസ് ഇതിനകത്ത് യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല, മറ്റൊരാൾ ഈ സിയാദിനെ മർദ്ദിച്ചതായി സൂചന ലഭിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ അന്വേഷിക്കുകയാണ്. അപ്പൊ ഈ കേസെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഇത് പോലീസിനെ ഇതിൽ നിന്ന് കുറ്റമുക്തരാക്കാനുള്ള ഒരു നീക്കം, അതിന്റെ ഒരു വ്യഗ്രതയാണ് ഇതിൽ കാണുന്നത്. ഈ ഗവൺമെന്റ് കാലത്ത് ഒരു കസ്റ്റഡി മരണം എന്നൊരു ചീത്തപ്പേര് ഒഴിവാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയ ദൗത്യം കൂടി ഇപ്പോഴത്തെ UDF സർക്കാരിനുണ്ട്. അതാണ് ഇപ്പോൾ പ്രകടമായി പുറത്തു വരുന്നത്. സിയാദ് എന്ന് പറയുന്ന യുവാവ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയാണ്, കോൺഗ്രസിന്റെ സജീവമായ ഒരു അംഗം കൂടിയാണ്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹം ഉൾപ്പെടെ വോട്ട് ചെയ്തിട്ടാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. എന്നിട്ട് ആ കുടുംബത്തിലെ ആ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ മരിച്ചപ്പോൾ അതുപോലും രാഷ്ട്രീയമായി അതിനെ ആ നിലയിൽ കാണാതെ ഒരു കോൺഗ്രസ് പ്രവർത്തകന് നീതി കിട്ടണമെന്ന് പറയുന്ന ഒരു കോൺഗ്രസ് ഗവൺമെന്റ് അത് ചെയ്യാതെ അതിന് പകരം സ്വന്തം പ്രതിച്ഛായ നന്നാക്കണം, സ്വന്തം പ്രതിച്ഛായയാണ് തങ്ങൾക്ക് വലുത് എന്ന് ചിന്തിക്കുന്നിടത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉടലെടുക്കുന്നത്. ന്യായമായ ഒരു അന്വേഷണം, നീതിപൂർവമായ അന്വേഷണം, സ്വതന്ത്ര അന്വേഷണമാണ് എല്ലാവരും ആഗ്രഹിക്കുക. ഇക്കാരണം കൊണ്ട് തന്നെയാണ് CPM പറഞ്ഞത് ഇത് CBI അന്വേഷണത്തിലേക്ക് വേണ്ടിവരും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസി അന്വേഷിക്കണമെന്ന്. ഈ പോലീസിനെ കുറിച്ച് തന്നെ മറ്റൊരു ഇതേ കേരള പോലീസ് അന്വേഷിച്ചാൽ ഇത് നീതി കിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ തെളിവ്. വ്യക്തമാണ് രാജ്കുമാർ. എന്തായാലും പോലീസിൽ അന്വേഷണത്തിൽ പൂർണ്ണമായും വിശ്വാസം വിട്ടിരിക്കുകയാണ് സിയാദിന്റെ കുടുംബത്തിന്. രാജ്കുമാറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.